DPയുടെ ഒരു ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിററാണ് നമ്മൾ ഇന്ന് നമ്മളെ വണ്ടി കസ്റ്റമൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രൂപയിൽ ഫിനിഷ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 2-3 ഓഫ് റോഡ് പോയ സമയത്തൊക്കെ വണ്ടിയും ചരിഞ്ഞ് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 സൈഡിൽ വെച്ചിട്ട് വണ്ടി ടോട്ടൽ ലുക്കിനെ എന്തായാലും കാണിച്ചു തരാം. നിങ്ങൾ ഇമ്പാക്ട് എടുക്കുവാണെങ്കിൽ സൈഡിലൂടെ തട്ടുവാണെങ്കിൽ ഈ ഒരു മിറർ ഇങ്ങനെ ഫോൾഡ് ആയി. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ സനലിൻ്റെ വീട്ടിൻ്റെ അങ്ങോട്ടാണ്. അപ്പോൾ അവിടെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിലൊരു ബാറൻറ്റ് മിറർ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഓൾറെഡി മുമ്പ് ഒരു ബാറൻറ്റ് മിറർ ആയിരുന്നു. അപ്പോൾ അതാണ് മോജോയ്ക്ക് ലുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു സൈഡ് മിററിൻ്റെ കാട്ടി ലുക്ക് എന്ന് പറയുന്ന ഒരു ബാറൻറ്റ് മിററാണ്. അപ്പം ഏതൊരു വണ്ടിയായാലും ആ ഒരു മിറർ മാറ്റി വേറെ ഒരു എന്താ പറയുക ബാറൻറ്റ് മിറർ വയ്ക്കുമ്പോൾ നൈസ് ലുക്കാണ് കേട്ടോ. അത് ഇപ്പോൾ ഏത് വണ്ടിയിൽ വെച്ചാലും നിങ്ങൾക്കൊരു പ്രത്യേക ഫീലായിരിക്കും കാണാനായിട്ട്. പക്ഷേ മോജോയ്ക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. ആ റൗണ്ട് ബാറൻറ്റ് മിറർ വയ്ക്കുന്ന സമയത്ത് വണ്ടിയുടെ നല്ല ഫീലായിരുന്നു. ഫോട്ടോയ്ക്കൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. അപ്പം അത് മിററൊക്കെ വെച്ചിട്ട് കുറേ നാളായി. അപ്പം അതിന് കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഞാൻ ദൂരി മാറ്റിയിട്ട് ഈ ഹാൻഡ് ഗാർഡും വെച്ചു, അതേപോലെ സൈഡ് മിററും എടുത്ത് വെച്ചു കേട്ടോ. അപ്പം ഇതും വേറെ ലുക്ക് തന്നെ. പക്ഷേ എനിക്ക് എന്താ പറയുന്നത് ഫോട്ടോയിലൊന്നും അത്ര ഒരു ഭയങ്കര ഒരു ബാറിൻ്റെ മിററിൻ്റെ ആ ഒരു ബ്യൂട്ടി ഇതിനകത്ത് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് മാറാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബാറൻറ്റ് മിറർ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം BSDDP എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കയ്യിൽ നിന്നാണ് അപ്പോൾ അത് വാങ്ങിച്ചിരിക്കുന്ന സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ Skyboys എന്നാണ്. ഇപ്പോൾ Skyboys തന്നെയാണ് 2-3 സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മുമ്പൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ തന്നെയാണ് ഞാൻ പിന്നെയും ഈ ഒരു മിററും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. കാരണം അവരുടെ പർച്ചേസ് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ കയ്യിൽ കുറേ ടൈപ്പ് ഫാൻസി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഫാൻസി എന്ന് വെച്ചാൽ നിങ്ങളെ വണ്ടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയുള്ള പലതരം ഐറ്റംസ് അവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കാണിച്ചേക്കാം. അതേപോലെ പേജും കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചേക്കാം. ജസ്റ്റ് നിങ്ങൾ നോക്കുക കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അവരുടെ ഒരു സാധനം വാങ്ങിച്ച്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ സാധനവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നോക്കുക. അതിപ്പോൾ എൻ്റെ പേരും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. കാരണം അവരുടെ കയ്യിൽ കുറേ പർച്ചേസ് ചെയ്യുന്ന ഒരു അത്യാവശ്യം പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും മിക്കവാറും കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അതേപോലെ അവർ ഫുൾ ആൾ ഇന്ത്യ ഡെലിവറി ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അവർക്ക് പർച്ചേസ് ചെയ്യാം. അതേപോലെ അവരുടെ വാട്സപ്പ് നമ്പർ കാര്യങ്ങളെല്ലാം താഴെ കൊടുക്കുന്നതായിരിക്കും. ജസ്റ്റ് നേരം നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സനലിൻ്റെ അങ്ങോട്ട് പോയിട്ട് എന്താണ് ഇതിൻ്റെ പരിപാടി നോക്കാം. ഇപ്പോൾ ഇത് വയ്ക്കാനായിട്ട് ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഇതെല്ലാം ഒരു മാറ്റണം, ഈ മിറർ ഒരു മാറ്റണം, അതേപോലെ ഈ ഒരു ഹാൻഡ് ഗാർഡ് ഒരു മാറ്റണം. അതിനൊക്കെ അത് തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു നമ്മുടെ വേറ്റേരയുടെ ഒരു ടാങ്ക് ബാഗ് എടുത്ത് വെച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഇതിനകത്തിട്ടുണ്ടെങ്കിൽ പോയാൽ മതിയില്ല. ഇതാകുമ്പോൾ ഒന്നും ചെയ്യേണ്ട, ചുമ്മാ ഒട്ടിച്ചങ്ങ് വെച്ചാൽ മതി. ഇതൊരു പൊളി സാധനം കേട്ടോ. ഇതിനകത്ത് അത്യാവശ്യം നല്ല ലഗേജും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കയറി നോക്കുക. വേറ്റേരയുടെ ടാങ്ക് ബാഗാണ്, മാഗ്നറ്റിക് ടാങ്ക് ബാഗാണ്. ജസ്റ്റ് കയറി നോക്കിയാൽ മതി. അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ടാങ്ക് ബാഗാണ് ഇത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗായ്സ്. അപ്പോൾ നമ്മളിതാ ഒരു വയലിൻ്റെ നടുക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളെ വണ്ടി ഒന്ന് ഇത് പണിയാനായിട്ട്. അപ്പോൾ ഷോപ്പിലെല്ലാം പോകാത്തതുകൊണ്ട് നമ്മളൊരു സ്പോട്ട് ലൊക്കേഷൻ നോക്കി വന്നതാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ലൊക്കേഷൻ തന്നെ കേട്ടോ. അപ്പോൾ ഞാനും സനലുണ്ട്, സനലിൻ്റെ വണ്ടിയും അവനോട് നിൽപ്പുണ്ട്. അപ്പം ഇതാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുൾ അവസ്ഥ എന്നുള്ള. കുറേ പേര് ടയറിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാണ്. ബേക്കിൽ കിടക്കുന്ന ഹാർലി ഡേവിഡ്സൻ്റെ ടയറാണ്. ഫ്രണ്ടിൽ കിടക്കുന്നത് മെഡ്സറിൻ്റെ ടയറാണ് കേട്ടോ. ഫ്രണ്ടിൽ കിടക്കുന്നത് 120/70/17, ബേക്കിൽ കിടക്കുന്നത് 160/70/17. അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ ഈ ഒരു ഹാൻഡ് ഗാർഡും ഈ ഒരു മിററും ഇളക്കി മാറ്റിയിട്ട് നമ്മൾ ബാറിൻ്റെ മിറർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ബാറിൻ്റെ മിററെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മിറർ എന്ന് പറയുന്നത്. BSDDPയുടെ ഒരു ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബാറിൻ്റെ മിററാണ് ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. BSDDPയുടെ ഒരു ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മിററാണ് നമ്മൾ ഇന്ന് നമ്മളെ വണ്ടി കസ്റ്റമൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ വണ്ടിയിൽ ഈ ഒരു ലുക്ക് നമുക്ക് ചേരുന്നില്ലെന്ന്. അപ്പം അത് ഞാൻ മാറ്റാനായിട്ട് മുമ്പ് വെച്ചിരുന്നത് നമ്മൾ ബാറിൻ്റെ മിറർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് മാറ്റാനായിട്ട് ഒരു ഫുള്ളി അഡ്ജസ്റ്റബിൾ മിറർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇതെല്ലാം അഴിച്ചുമായിട്ട് നമ്മൾ ഈ ഒരു മിറർ ഫിക്സ് ആക്കാൻ പോവുകയാണ്. ഫുള്ളി അഡ്ജസ്റ്റബിൾ എന്ന് പറയുന്ന സമയത്ത് നമുക്കിത് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് താഴോട്ട് വയ്ക്കാം, സൈഡിലോട്ട് വയ്ക്കാം. അങ്ങനെ 2-3 തരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിററാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ ലിങ്കും കാര്യങ്ങളൊക്കെ എന്തായാലും താഴെ കൊടുക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയുമെങ്കിൽ ആ ഒരു സൈറ്റിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെല്ലാം ഒന്ന് അഴിച്ചിട്ട് ഒന്ന് ഫിക്സ് ആക്കി നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മളെ മിറർ ഫിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലങ്കി മാത്രം മതി കേട്ടോ ഇത് ഫിക്സ് ആക്കാനായിട്ട്. പിന്നെ അതേപോലെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിൽ 4ൻ്റെ അലങ്കി കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റും ഇതിനകത്ത് തന്നെ നടക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ മൊത്തത്തിൽ ഫിക്സ് ആക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ അതിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ സൈഡിലോട്ടായിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ താഴോട്ടാക്കാം, അല്ലെങ്കിൽ വേറെ രീതിയിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഡ്ജസ്റ്റിനാണ് ഞാൻ ഇത് ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പം ഇത് വെച്ചിട്ടുള്ള ലുക്കും കാര്യങ്ങളും നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 സൈഡിൽ വെച്ചിട്ട് വണ്ടി ടോട്ടൽ ലുക്കിനെ എന്തായാലും കാണിച്ചു തരാം.
ഗായ്സ് അപ്പോൾ നമ്മുടെ വണ്ടി 2 മിററും ഫിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ മിററിൻ്റെ ഒരു ഫിനിഷ് ലുക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ ഒരു മിറർ വന്നിരിക്കുന്നത് നമ്മൾ ഫുള്ളി അലൂമിനിയം ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയൊരു ഇമ്പാക്റ്റ് വന്നാലോ വീണോലോ കാര്യങ്ങളൊന്നും ഈ ഒരു സംഭവം പൊട്ടിപ്പോകും. എൻ്റെ മുൻപിടുന്ന മിററും ആ ഒരു സെറ്റപ്പ് തന്നെയാണ്, ആ ഒരു അലൂമിനിയം ഫിനിഷ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 2-3 ഓഫ് റോഡ് പോയ സമയത്തൊക്കെ വണ്ടിയും ചരിഞ്ഞു. അപ്പോഴേക്ക് ആ ഒരു മിറർ നല്ലൊരു എന്താ പറയുന്നത് സ്ട്രോങ് ആയിട്ട് തന്നെ ആക്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ബ്രേക്ക് ലിവറും കാര്യമൊന്നും അന്ന് ഒടിഞ്ഞു പോയിട്ടില്ലായിരുന്നു. പക്ഷേ ആ ഒരു മിറർ ഇരുന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെയാണ് ഇരുന്നത്. ഇപ്പോൾ ഈ ഒരു മിറർ കുറച്ചുകൂടെ ഒതുങ്ങി നമ്മുടെ ഹാൻഡിലോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ വേറൊരു സ്പെഷ്യൽ ഫീച്ചർ എന്താ ഞാൻ കാണിച്ചില്ല, കുറച്ചും എടുത്തു വന്നേ. ഇപ്പോൾ നിങ്ങൾ ഇമ്പാക്റ്റ് എടുക്കുവാണെങ്കിൽ സൈഡിലൂടെ തട്ടുവാണെങ്കിൽ ഈ ഒരു മിറർ ഇങ്ങനെ ഫോൾഡ് ആയിക്കോളും. ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടൈറ്റ് ആക്കി വെക്കാനും പറ്റും. അതേപോലെ കുറച്ചൊന്ന് ലൂസാക്കി കിട്ടുന്ന ഇവിടെ കുറേ ഒരു എന്താ പറയുന്നത് കുറേ ഗ്യാപ്പുകളുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിനകത്ത് ഈ ലോക്ക് മെക്കാനിസം ആണ്. അപ്പോൾ അത് ഇങ്ങനെ ഇരുന്നാൽ ഇവിടെ ഇങ്ങനെ ഇരിക്കും, അതേപോലെ ഇങ്ങനെ ഇരിക്കും. 3 സ്റ്റെപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് അതിൻ്റെ വേറെ ഫീച്ചർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു മിറർ പല തരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, താഴോട്ട് വയ്ക്കാം, മേലോട്ട് വയ്ക്കാം, 2 ടൈപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ മിററിൻ്റെ ഫിക്സ് ചെയ്യുന്ന ചെറിയ ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ ലിങ്കും കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അവരുടെ ഇൻസ്റ്റാഗ്രാം ID അതേപോലെ വാട്സപ്പ് നമ്പർ എല്ലാം കൊടുക്കുന്നതായിരിക്കും. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയ താല്പര്യമുണ്ട്, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതായിരിക്കും. ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ ഷോർട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇത് നല്ലൊരു വീഡിയോസ് ഒക്കെ ആയിരിക്കും. അത് വരിക എല്ലാവർക്കും ഗുഡ് ബൈ.